ഈ സഫ ഗ്രൂപ്പ് 1990 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മലപ്പുറത്ത് തുടങ്ങി. മലപ്പുറത്തിലെ ഏറ്റവും ഒരു കുഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മേലാറ്റൂരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഓൺ ബ്രദേഴ്സ്, വൺ ഫാദർ ആൻഡ് മദറുള്ള 7 ബ്രദേഴ്സ് ആണ് ഈ കമ്പനി ഡയറക്ടേഴ്സ് എന്നുള്ളത്. ഇൻഡസ്ട്രിയെ തന്നെ ഒരു ട്രഡീഷണൽ രീതിയിൽ പോകുമ്പോൾ അതിനൊന്ന് പ്രൊഫഷണലൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ചിന്ത കൊണ്ടുവന്നത്. മോർ ദൻ ഹൺഡ്രഡ്സ് ഓഫ് ബിസിനസ്സിനെ ഓവർ ദ ലാസ്റ്റ് 23 years കൊണ്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഡെഫിനറ്റ്ലി ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഒരു ക്ലയൻറ്റാണ് സഫ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഐഡിയകൾക്ക് ബേസിക്കലി മീനിങ് വരുന്നത് അതിൻ്റെ പ്രോപ്പർ എക്സിക്യൂഷൻ വരുമ്പോഴാണ്. അതാണ് ശരിക്കും ടീമിൻ്റെ ഒരു ബ്യൂട്ടിയും. നമ്മുടെ ബിസിനസ് ഒരു 100 കൊല്ലം നിലനിൽക്കണം, 2-3 ജനറേഷൻ മുകളിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ഫാമിലി ജനറേഷൻ മാറുന്നിടത്തോളം വലിയ ഡൈനാമിക്സിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ് ഹാസ് ടു ഹാവ് ഓർഡർ, ഇറ്റ് ഹാസ് ടു ബി ഡോക്യുമെൻറ്റഡ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അടുത്തൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സ്റ്റോറീസ് ഓഫ് ഫ്രാൻസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സഫ ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ലീഡറും അതുപോലെ തന്നെ ജെംസ് ആൻഡ് ജ്വൽസ് എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ സഫ ഗ്രൂപ്പിൻ്റെ തന്നെ വൺ ഓഫ് ദ വെഞ്ചറായിട്ടുള്ള അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് കരീം ക. അതുപോലെ തന്നെ സ്ട്രാറ്റജി അഡ്വൈസർ അമീൻ ഹസൻ. ഇന്ന് നമ്മളൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, ഫാമിലി ബിസിനസ്. ഇപ്പം കഴിഞ്ഞ 30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് റെവല്യൂഷൻ സൃഷ്ടിച്ച, ഒരുപാട് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഫാമിലി ബിസിനസ്, സ്ട്രാറ്റജി കൺസൾട്ടിങ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് കൺസൾട്ടിങ്, അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഒരുപാട് ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് കൺസൾട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്, അമീൻ ഹസൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കരീം ഖാനോടാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് 35 വർഷമായി അല്ലേ? 30 വർഷത്തിന് മുകളിൽ 35 വർഷമായി. ഇത്ര വർഷത്തിൽ സഫ ഗ്രൂപ്പ് ഒരു വലിയൊരു ഫാമിലി ബിസിനസ്സാണ്. ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പോയിട്ടുണ്ട്. വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേർണിയാണ് അല്ലേ? സോ എന്താണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി, എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയും. ചില പോയിന്റുകൾ വെച്ചിട്ട് മാത്രം, പിന്നീട് നിങ്ങൾ എക്സ്പ്ലെയിൻ കൂടുതൽ അറിയണമെങ്കിൽ ചോദിക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ്, അപ്പോൾ ഈ സഫ ഗ്രൂപ്പ് 1990 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ 1990. അത് ഒരു പവൻ ഗോൾഡ് കോയിനിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അതാണ് അതിൻ്റെ ക്യാപിറ്റൽ. അതായത് 1 പവൻ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ 1990 ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1990. ഈ 1990 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു തേർഡ് ബ്രദർ ഉണ്ട്. ഈ തേർഡ് ബ്രദറാണ് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്തത്. അല്ല, ഹംസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് വേണം, ഒരു ക്യാപിറ്റൽ വേണം. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ബ്രദർ അന്ന് സൗദി അറേബ്യയിൽ മക്കയിൽ ജോലി ചെയ്യുക. പുള്ളി വെക്കേഷൻ വന്നപ്പോൾ ഒരു പവൻ കോയിൻ, അന്നത്തെ സൗദി കോയിൻ കൊണ്ടുവന്നിരുന്നു. ഈ സൗദി കോയിന് ആണ് ഇദ്ദേഹത്തിന് ക്യാപിറ്റലായിട്ട് നൽകിയത്. അന്ന് എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്തിനെ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു സംഗതി, മെക്കനൈസ്ഡ് സിസ്റ്റം ഒന്നുമില്ല. അവിടെ നിന്നാണ് സഫ ഗ്രൂപ്പത്തിൻ്റെ ഗ്രോത്ത് ഇയർ 8 ഗ്രാം കോയിൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 ഗ്രാം കോയിൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സഫ ഗ്രൂപ്പിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ടോട്ടൽ എത്ര? ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ 7 ബ്രദേഴ്സാണ്. അന്നിപ്പോൾ ടോട്ടൽ എത്രയെന്ന് വെച്ചാൽ ഇന്ന് 16ഓളം ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും, പിന്നെ ഇൻ്റർനാഷണലി, പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്, റിഫൈനിങ്, ഫാക്ടറി, അതുപോലെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 360 ഡിഗ്രിയിൽ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിന്ന് സഫ ഇൻ്റർനാഷണലി. മലപ്പുറത്തിലെ ഏറ്റവും ഒരു കുഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മേലാറ്റൂരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 7 ബ്രദേഴ്സാണ്, ഓൺ ബ്രദേഴ്സ്, വൺ ഫാദർ ആൻഡ് മദറുള്ള 7 ബ്രദേഴ്സാണ് ഈ കമ്പനി ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. ഞങ്ങൾ 7+1 ആണ്. 7 ആണ്, ഒരു പെണ്ണ്. വലിയൊരു ഫാമിലി. അതിൽ ഈ 7 ബ്രദേഴ്സാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡായിട്ട് ഉള്ളത്. പക്ക ഫാമിലി ബിസിനസ്സാണ്. ഓക്കെ. സെക്കൻഡ്, പിന്നെ നമ്മുടെ ഒരു ഗ്രോത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് ഗ്രോത്ത്, ഇന്നോവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ജ്വല്ലറി മേഖലയിൽ ഇന്നോവേഷൻ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഈ നമ്മളെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ എല്ലാവരും റീറ്റെയിൽ മേഖലയിലേക്കാണല്ലോ പോവുക. ഞങ്ങൾ റീറ്റെയിൽ മേഖലയുടെ അപ്പുറത്തേക്ക് ഇതിൻ്റെ
ഒരു ജ്വല്ലറി സെക്ടർ എന്ന് പറയുന്നത് മൈനിങ് മുതൽ തുടങ്ങുന്നുണ്ട്. മൈനിങ്, റിഫൈനിങ്, മാനുഫാക്ചറിങ്, ഹോൾസെയിൽ, ബുള്ളിയൻ, ഇതൊക്കെ തുടങ്ങി ലാസ്റ്റ് എൻഡാണ് ഈ റീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ബാക്കെൻഡിലുള്ള മൊത്തം സംവിധാനത്തിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള 360 ഡിഗ്രിയിലുള്ള ഒരു ഓപ്പറേഷനാണ് എല്ലാ രാജ്യത്തും. ഇപ്പോൾ നമ്മൾ പോകുന്ന എല്ലാ രാജ്യത്തും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവിടെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ വരെ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ജമ്മൻ ജ്വല്ലറി സെക്ടറിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. അതെ. ഈ ജംസ് ഈ 10-11 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ കുറേ ഗോൾഡ് സ്മിത്തുകൾ പഴയ കാലത്തുണ്ടായിരുന്നു. ഈ മെക്കാനിസം ഈ ടെക്നോളജി കയറുന്നു വന്നതോടുകൂടി ഇവരുടെയൊക്കെ അവരൊക്കെ ജോബിലെസ് ആകാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കാലിബറുള്ള ഡിസൈൻ മൈൻഡുള്ള ഒരു ടീമാണ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ടെക്നോളജി വെച്ച് ഇവരെ റീവർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. അതാണ് ഒരു തിങ്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ നമ്മൾ ഫേസ് ചെയ്ത ഇൻഡസ്ട്രി, ഞങ്ങൾ തന്നെ ഫേസ് ചെയ്ത ഇഷ്യൂ പ്രൊഫഷണൽ ലാക്കിങ് ഈ മേഖലയിൽ കണ്ടമാനം. ഡിസൈനിങ്ങിൽ, സെയിൽസ്മാൻഷിപ്പിൽ, മാനേജ്മെൻറ്റിൽ, അതുപോലെ ജമോളജി, ഇങ്ങനെ പറയുന്ന കുറേയധികം മേഖലകളിൽ പ്രൊഫഷണൽ സ്റ്റാഫുകളുടെ ഒരു കുറവ് നമ്മളവിടെ ശ്രദ്ധിച്ചു. ഇൻഡസ്ട്രിയെ തന്നെ ഒരു ട്രഡീഷണൽ രീതിയിൽ പോകുമ്പോൾ അതിനൊന്ന് പ്രൊഫഷണലൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ചിന്ത കൊണ്ടുവന്നത്. ബ്രാൻഡ് എപ്പോഴും റീബ്രാൻഡ് ചെയ്യുകയും എപ്പോഴും പ്രൊഫഷണലൈസ് ചെയ്യുകയും. അതെ. അപ്പോൾ അങ്ങനെ ആ ചിന്തയിൽ നിന്ന് തുടങ്ങുമ്പോൾ സത്യത്തിൽ എല്ലാവരും നമ്മളെ വിമർശിച്ചിരുന്നു, ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ സ്മിത്തുകൾക്ക് വേണ്ടി ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റ് ഇതിനെ മൊത്തം ഇൻഡസ്ട്രീനെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊഫഷണൽ പിൻസിനെയും സൃഷ്ടിക്കുക എന്നതായിരുന്നു ഒരുപാട് നല്ല പ്രൊഫഷണൽ ജോബ് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതെ, ഒരു പ്രൊഫഷണൽ മേഖല സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ്. അത് കണ്ടമാനം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് ഈ ജമ്മൻ ജ്വല്ലറി സെക്ടർ. നോട്ട് ഓൺലി സെയിൽസ്മാൻ, ഇതിൽ മാനുഫാക്ചറിൽ തന്നെ ഒരു 10-20ഓളം ജോബ് റോളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൈനിങ്, ഇതിൻ്റെ റിഫൈനിങ്, ഇതിൻ്റെ പിന്നെ ഹോൾസെയിൽ ഡിവിഷന്, അങ്ങനെ കണ്ടമാനം. ഈ മാനുഫാക്ചറിൽ തന്നെ ഒരുപാട് പ്രോസസ്സിങ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാക്ടറികളിൽ തന്നെ ഈ ഡയമണ്ട് വെച്ചിട്ടുള്ളത്, ജം സ്റ്റോണിൻ്റെ ഓർണമെൻറ്റ്സുകൾ, അതുപോലെ CNC, ഇങ്ങനെ ടെക്നോളജി വെച്ചിട്ടുള്ള ഇങ്ങനെ കുറേ അധികം ജോബ് റോളുകളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിലൊക്കെ പ്രൊഫഷണൽസിന് വേണം. ഇതൊക്കെ നമ്മൾ ജംസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഇതിലേറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മൾ സാധാരണഗതിയിലൊരു ഒരു സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ലെവലിന് അപ്പുറത്തേക്ക് ഇതിന് UGC അപ്രൂവ്ഡ് സ്ഥാപനമാണിത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവിടെ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ട് ഡിഗ്രി എടുക്കാൻ കഴിയും. എന്നുവെച്ചാൽ +2 കഴിഞ്ഞ ആൾ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ആ ജോലി തുടർന്നുകൊണ്ട് ഡിഗ്രി എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഈക്വൽ ടു റെഗുലർ ഡിഗ്രിയാണ്, UGC അപ്രൂവ്ഡ്. അതോടൊപ്പം രണ്ടാമത് ആ PG അതുപോലെ എഴുതാം. ഇപ്പോൾ ഒരാൾ ജ്വല്ലറി മേഖല, ഇപ്പോൾ സൗദി അറേബ്യയിലോ ഗൾഫിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജ്വല്ലറി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പുള്ളിക്ക് ഒരു PG എടുക്കണം എങ്കിൽ ജ്വല്ലറി സെക്ടറിൽ മാനേജ്മെൻറ്റ് PG എടുക്കാനുള്ള കഴിയുമെന്നുള്ള ഈ ലെവലിലേക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പോകും. ഇപ്പോൾ നിലവിൽ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ജമോളജി പഠിക്കണം. അവർക്ക് അവരുടെ സമയത്തിന് ബന്ധിതമായിട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ വീക്കിൽ വെച്ചുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്കാം. സർട്ടിഫിക്കറ്റ് കോഴ്സ് 1 വർഷം, 1 മാസം, 2 മാസങ്ങളിൽ. അതോടൊപ്പം നമ്മൾ UGC ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വാല്യൂ ഉണ്ട്. സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ജോബ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അതിന് ഒരു കോമ്പറ്റീറ്റർ ഇവർക്ക് ഉണ്ടാവില്ല. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്ക് വേറെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഒരു റെക്കോർഡുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഈ മേഖലയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് IGC ആണ്. ട്രെയിനിങ് കൊടുക്കുന്നത് IGC ആണെന്നാണ്. അത് ഒരു മേഖല മാത്രമല്ല, ഇത് നമ്മൾ ജ്വല്ലറികൾക്ക് മാത്രമല്ല, നാഷണലി മുഴുവൻ ബാങ്കുകൾക്കും, നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും ഇന്ന് ഈ മേഖലയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന IGC ആണ്. ഭയങ്കര ഒരു അടിപൊളി ഒരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് ആണല്ലേ. അത് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന് മലപ്പുറം നിന്ന് കൂടെ കേരളത്തിൽ സൗത്തിൽ നിന്ന് വന്നിട്ട് അത് വേൾഡിൽ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ പ്രൈം എഡ്യൂക്കേഷൻ സെക്ടറായി മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് അച്ചീവ്മെന്റ്. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ട്രെയിൻ ചെയ്യുന്ന ബാങ്കേഴ്സിനാണ്. അതൊരു ന്യൂ തിങ്കിങ് ആണ്. അല്ലാതെ ജ്വല്ലറിന്റെ ആൾക്കാർക്ക് മാത്രമല്ല, ബാങ്കേഴ്സിന് എങ്ങനെയാണ് ഈ ഗോൾഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഫേക്ക് ഐഡന്റിഫൈ അതല്ലേ ആ ഒരു കോഴ്സ് നാഷണലി എല്ലാം നാഷണലൈസ്. ഇപ്പോൾ ബോംബെ എത്രത്തോളം സ്റ്റുഡൻസ് നമ്മൾ ട്രെയിൻ ചെയ്തു? അത് ലോട്ട് ഓഫ് നല്ലൊരു ആവറേജ് നമ്പർ പറയുകയാണെങ്കിൽ
എനിക്ക് തോന്നുന്നത് അത് ചെക്ക് ചെയ്യണം. മിക്കവാറും ഒരു അറൗണ്ട് 10,000 മുകളിലുണ്ടാവും. 10,000 മുകളിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്ത് കഴിഞ്ഞു. നൈസ്. ഓക്കെ, പിന്നെ അടുത്ത നിങ്ങൾ പോയിന്റ് ഇത് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഇന്നോവേറ്റീവ് ഐഡിയ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഇന്റർനാഷണലി നിങ്ങൾ നോക്കുമ്പോൾ സഫ ഗ്രൂപ്പ് ഒരു 360 ഡിഗ്രി, അതായത് സഫ ജ്വല്ലറി പ്രത്യേകിച്ച് 360 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഫ്രം ദ സോഴ്സിംഗ് മുതൽ മൈനിങ് മുതൽ അതിന്റെ റീറ്റെയിൽ ഷോപ്പ് വരെയുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. രണ്ടാമതിൻ്റെ റിഫൈനിങ്, മാനുഫാക്ചറിങ്, ജമോളജി, ഇങ്ങനെ എല്ലാ മേഖലകളിലും പിന്നെ സാന്നിധ്യമുള്ള ഒരു ഗ്രൂപ്പാണ് സഫ ഗ്രൂപ്പ്. ഇത് നമ്മളൊരു USP ആണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ഇന്നോവേറ്റീവ് സംഗതികൾ ഈ മേഖലയിൽ കൊണ്ടുവന്നു എന്നുള്ള. ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും നമ്മൾ ആദ്യം നോർമൽ ജ്വല്ലറിയിൽ നിന്ന് ഡിസൈനർ ജ്വല്ലറി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ ഡിസൈനർ ജ്വല്ലറി അങ്ങനെയാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി വരുന്നത്. അല്ല, ഇന്ത്യയിൽ, നാട്ടിൽ. അതിൽ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ ഒരു റിസർച്ച് ടീമുണ്ട്. നമ്മൾ എന്തിനെക്കുറിച്ചും പുതിയ ഇത് എന്താണ് ഈ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത്, അവർ നിരന്തരം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റിസർച്ചിൻ്റെ ഫലമായിരുന്നു അന്ന് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കൊണ്ടുവരാൻ കാരണം. വളരെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ടുള്ള പുതിയ ഡിസൈൻസ്. ആളുകൾ ഒരു പുതിയ, അവർക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻ വേണം. മറ്റുള്ളവരെല്ലാവരും ധരിക്കുന്നത് അവർക്ക് വേണ്ട. അവരുടെ ഫ്രണ്ട്സ് ധരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു തൊഴിലാളികൾ ധരിക്കുന്നത്, ഇതൊന്നും അതിന് ഡിഫറൻസ് ആയിട്ടുള്ള മറ്റ് ആളുകൾ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ധരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടേതായ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള പുതിയ സാധനം. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ, അവിടെ ഡിസൈനറെ വെച്ച് ജമോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് വേണ്ടുന്ന ജെം സ്റ്റോണുകളും അവർക്ക് വേണ്ട ഡയമണ്ടുകളും അവരുടെ താല്പര്യം അനുസരിച്ച് അവരുടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന പുതിയ ഡിസൈൻ ആ ഒരു ഡിസൈനൽ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഡിസൈനർ ജ്വല്ലറി എന്ന കോൺസെപ്റ്റ് നമ്മൾ അവതരിപ്പിച്ചു. അതിൻ്റെ പുറമെ മറ്റൊന്ന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി പറഞ്ഞ വേറെ സംഗതി സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന് പറയുന്നത് ഈ പുതിയ ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു 25 ഏജ് താഴെയുള്ള കുട്ടികളൊന്നും ഒരു വലിയ ഓർണമെൻറ്റ്സ് എന്ന കോൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ഇവർ ഡെയിലി വെയർ ഓർണമെൻറ്റ്സിലേക്ക് മാറി. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ്, എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻസിലേക്ക് മാറി. അതെ, വർക്കിംഗ് വുമൺസും കോളേജ് ഗേൾസ് ഇവരൊക്കെ ഒരു ഇതേപോലെ എലഗൻ്റായ വളരെ പിന്നെ ഡിസൈൻ ഓറിയൻറ്റഡായ ഓർണമെൻറ്റ്സിലേക്ക് മാറി. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് എന്നുകൂടെ പറയാം. അപ്പോൾ അവർക്ക് തന്നെ കുറച്ച് അവരെല്ലാം എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അവരുടെ വേറെ ആരുടെയും സഹായമില്ലാതെ തന്നെ അവരുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാവുന്ന അത്ര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. പുതിയ മോഡലുകൾ എപ്പോഴും ഡ്രസ്സിനനുസരിച്ചൊക്കെ മാറ്റണം. ഇങ്ങനെ മാറ്റം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സഫ ജ്വൽസിൻ്റെ ഒരു മാറ്റം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു മേഖലയുടെ ഒരു സെക്ടറിൻ്റെ ഒരു മാറ്റം എന്തായിരുന്നു? അത് വന്ന് ഇപ്പോൾ ഈ സെക്ടർ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനികളും ആ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന പല വലിയ ബ്രാൻഡുകളൊക്കെ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ആണ് ഫ്യൂച്ചർ എന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ എനിക്ക് വന്ന എൻക്വയറി എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഈ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ദുബൈയിൽ നിന്നുള്ള എൻക്വയറി അതേപോലെ ഉണ്ട്, ഒമാനിൽ നിന്നുള്ള എൻക്വയറി അതേപോലെ ഉണ്ട്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ എല്ലാവരും മനസ്സിലാക്കി. ആ ലെവലിലേക്ക് ഇപ്പോൾ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് കോൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഫ്യൂച്ചർ അത് തന്നെയാണ്, ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നാട്ടിൽ മിക്ക ജ്വല്ലറികളും നടന്നു പോകുന്നത് ഈ കല്യാണ മാർക്കറ്റിലാണ്, പ്രത്യേകിച്ച് നമ്മൾ മലബാറിൽ. അപ്പോൾ ഈ കല്യാണ മാർക്കറ്റ് അല്ലേ അമീൻ ഭായ്, അപ്പോൾ കല്യാണ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ അവിടെ ഒരു 50 പവന് 100 പവന് 200 പവനൊക്കെ കൊടുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാറ്റം ഈ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജ്വല്ലറി മേഖലയെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത്? അതായത് ഇന്നോവേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബിസിനസ്സും പിന്നോട്ട് പോകുമല്ലോ. അപ്പോൾ ആരാണോ അതിൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്നത്, ഇപ്പോൾ ഉദാഹരണം നേരത്തെ ഉണ്ടായിരുന്ന വലിയ ഓർണമെൻറ്റ്സ് നിന്ന് ആ ഡിസൈൻ മാറ്റി ചെറിയ ലൈറ്റ് വെയ്റ്റിലേക്ക് വന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്ത് പോവുകയാണെന്നവർ ഇൻഡസ്ട്രിയിൽ ഡെഫിനറ്റ്ലി അവർ നിലനിൽക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ നിന്ന് അവർ ഔട്ടായി പോകും. അതെല്ലാ മേഖലയിലുള്ള പോലെ തന്നെ ജ്വല്ലറി മേഖലയിലും സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി എന്താണ് കറണ്ട് പിന്നെ മാർക്കറ്റ് എന്ന് പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അവർ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതോടൊപ്പം അത് മനസ്സിലാക്കാതെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും അത് മറ്റൊരു ലെവലിലേക്ക് നീങ്ങും. അപ്പം നമുക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇനി പുതിയ അഡാപ്റ്റേഷൻസ്, ടെക്നോളജി ആയാലും ഇന്നോവേഷൻസ് ആണെങ്കിലും
ഇതെല്ലാം നമ്മൾ ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഏത് മേഖലയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ ബിസിനസ് ആണ്, നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരിങ്ങനെ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. കാരണം അടുത്തൊരു തലമുറക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളോട് ഒരുക്കിക്കൊണ്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫീൽ ഔട്ട് ആവും. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഫാമിലി ബിസിനസിന്റെ കേസ് നോക്കുകയാണെങ്കിലും ഇപ്പം അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ലെറ്റ്സ് നമുക്ക് നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ തന്നെ ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്ത്, പ്രൊഫഷണലൈസേഷന്, ഇതിലൊക്കെ എന്ത് ക്വാളിറ്റിയാണ് നമുക്കിപ്പോൾ നിലനിർത്താൻ പറ്റിയിട്ടുള്ളത് കറൻ്റ്ലി? ഇതിലെന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ഫാമിലി ബിസിനസ് സിസ്റ്റം ഡ്രൈവ്ഡ് ആണെന്നുള്ളതാണ്. സിസ്റ്റം ഡ്രൈവ്, അതായത് ഒരു സിസ്റ്റമാണ് പിന്നെ ഫാമിലി ബിസിനസ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ സിസ്റ്റം വളരെ കൃത്യമായൊരു പ്രൊഫഷണൽ സിസ്റ്റം ആ ഫാമിലിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ബിസിനസ്സിൽ. ഇതിലേറ്റവും ഈ ഫാമിലി ബിസിനസ്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്നെന്താ വെച്ചാൽ ആ എത്തിക്സ് ആൻഡ് വാല്യൂസിൽ അധിഷ്ഠിതമായിരിക്കണം ഫാമിലി എന്നുള്ളത്. ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ ഇടയിൽ അത് ഭയങ്കരമായിട്ട് അതെ, ആ ബോണ്ട് സൃഷ്ടിക്കേണ്ടത്. പ്രത്യേകിച്ച് ഞങ്ങളതിന് നന്ദി പറയാം ഞങ്ങളുടെ പാരൻസിനോടാണ്. ഈ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡ് ലൈന് അവർ വളരെ ബോധപൂർവം ആ ഒരു എത്തിക്സ് ആൻഡ് വാല്യൂസ് നമ്മുടെ മക്കളിലും കുടുംബത്തിലും സൃഷ്ടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. എല്ലാ ക്രെഡിറ്റും നമ്മൾ പാരൻസിനാണ്. അതെ, അവരാണ് ശരിക്കും അങ്ങനത്തെ ഒരു ഞങ്ങളുടെ അങ്ങനെ ഒരു ബോണ്ടിൽ ഞങ്ങളെ വാല്യൂസും എത്തിക്സും ഒക്കെ കൊടുത്ത് ഞങ്ങളെ വളർത്തിയത് അവരാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കപ്പാണ് സത്യത്തിൽ ഇതെല്ലാം. അപ്പോൾ ഏതൊരു പഴയ കാലത്ത് വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകൾ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ അതിനെ വളരെ എത്രത്തോളം എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വീടുകൾ ഞങ്ങളുടെ ഫാദർ അടുത്തടുത്താണ് ഉണ്ടാക്കിയത്. ദൂരെ പോകാൻ ആരും സംഭവിച്ചില്ല. ഫുള്ളി എല്ലാം ഇങ്ങനെ വൺ ക്യാമ്പ്, ഒരു കോമ്പൗണ്ടിനകത്ത് ഞങ്ങളെല്ലാവരും വീട് അദ്ദേഹം സജ്ജീകരിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ള ഒരു സ്ഥലം, പുള്ളിയുടെ സ്ഥലം തന്നെ കൊടുത്തു. പുള്ളിയുടെ സ്ഥലം കൊടുത്ത് ഞങ്ങളൊക്കെ ഇൻഡിവിജ്വൽ സ്ഥലം ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ സ്ഥലത്തിന് കൊടുത്ത് ഇവിടെ ഓരോരുത്തർ സ്ഥലം മൂപ്പരനെ ഫിക്സ് ചെയ്ത് അവിടെ തന്നെ വീട് കയറ്റാൻ പറഞ്ഞ് അത് ആ ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് ഞങ്ങളെല്ലാവരും അദ്ദേഹം കൊണ്ടുവന്നുള്ളതാണ്. അതൊരു വലിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക ബോണ്ടും കാര്യങ്ങളും നമ്മളെപ്പോഴും ബിസിനസ്സിലാണ്. ഫാമിലി ബിസിനസ് ആണെങ്കിൽ അടുത്തൊരു തലമുറക്ക് നമുക്കത് കൈമാറും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും എന്താ പറയുക, അതിനൊരു ഒരു പടി മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനുള്ളൊരു അവസരം. അപ്പോൾ അതിലൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ കുട്ടികളുടെയും ഫ്രണ്ട്സ് അവർ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഒരുമിച്ച് കൂടാൻ കഴിയും. ഒരുമിച്ച് കാണാൻ ഒരു ഗ്യാപ്പ് തമ്മിലുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാത്ത രീതിയിൽ അതിനെ അവരുടെ അണ്ടറിൽ അതിനെ മോണിറ്റർ ചെയ്ത് വെക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ബോധപൂർവമായി അവർ ശ്രമിച്ചു എന്നുള്ള സംഗതി. അപ്പോൾ അതിലൊരു നമ്മളെ കുടുംബം എന്നുള്ളതിൻ്റെ ഒരു എന്താ അർത്ഥം അവിടെ വരികയാണ്. കൂടുന്തോറും നമുക്ക് അവിടെ ഇമ്പം കൂടുകയാണ് അല്ലേ? അത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ്. ലൈക്ക് എല്ലാവരും കോപ്പി ചെയ്യേണ്ട അല്ലെങ്കിൽ എല്ലാവരും അനുകരിക്കേണ്ട ഒരു മോഡലാണെന്ന് ഞാൻ പറയും.